ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ജനസമ്പർക്ക പരിപാടി ഇന്ത്യൻ ഭരണ സംവിധാന ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലായി തീർന്നിരിക്കുകയാണ്. അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കാറുള്ളതുപോലെ ഓരോ പൗരനും ഓരോ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നൊരു കാലമാണ്. ഇതെങ്ങനെ പരമ്പരാഗതമായ ഭരണരീതികൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. നമുക്കറിയാം, വില്ലേജ് ഓഫീസുണ്ട്, പഞ്ചായത്ത് ഓഫീസുകളുണ്ട്, അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടങ്ങളുണ്ട്, നിരവധി ഭരണകൂട സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഒരു പൗരൻ അതിനെ എങ്ങനെ സമീപിക്കും? പൊതുവിൽ ചെയ്തു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അർഹരായ ഒരാൾക്ക് എങ്ങനെ പ്രത്യേകമായി ചെയ്തു കൊടുക്കാൻ കഴിയും? ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾ വികലാംഗനായിരുന്നില്ല, പക്ഷേ അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൻ്റെ ഫലമായിട്ട് വികലാംഗനായി. അതുകൊണ്ട് അദ്ദേഹം പുതിയ ഒരു പ്രശ്നമാണ് നേരിടുന്നത്. പഴയ നിയമങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ ബാധകമല്ല. ഇത്തരത്തിലൊരു പ്രശ്നം വരുമ്പോൾ അദ്ദേഹം കയറിയിറങ്ങേണ്ടി വരികയാണ്. ഞാൻ വികലാംഗനാണെന്ന് തെളിയിക്കണം, ആ വികലാംഗത്വത്തിൻ്റെ പെർസെൻറ്റേജ് തെളിയിച്ചാൽ തന്നെ തനിക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇത്തരത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉയർന്നു വരുന്ന പുതിയ തുടർച്ച പ്രശ്നങ്ങൾ പൊതുവായ നിയമങ്ങളുടെ കള്ളിക്കൂടുകളിൽ നിൽക്കാത്തതാണ്. ആ കള്ളിക്കൂടുകൾക്കകത്ത് നിൽക്കാത്ത പ്രശ്നങ്ങളെ, അതീവ സങ്കീർണമായ രീതിയിൽ ഉള്ള അത്തരം പ്രശ്നങ്ങളെ ലളിതമായി നിർദ്ധാരണം ചെയ്യുന്ന ഒരു പുതിയ രീതിയാണ് ജനസമ്പർക്ക പരിപാടി. അതിനുവേണ്ടി പുതിയ നിയമങ്ങളുണ്ടായി. ഏതാണ്ട് 45 പുതിയ നിയമങ്ങൾ, ഉത്തരവുകൾ ഇറങ്ങി. അത് ഇന്ത്യൻ ഭരണ സംവിധാനത്തിനൊരു പുതുമയാണ്. ഒരു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കടന്നു ചെന്ന് 5 ലക്ഷത്തോളം പരാതികൾ വാങ്ങിച്ച് അതിനെ 19 ദിനങ്ങളാക്കി തിരിച്ച് ആ 19 ദിനം പരിപാടികളിലും പ്രശ്നങ്ങളിലും എന്തൊക്കെ പരിഹാരങ്ങൾ നിയമപരമായി നടത്തണമെന്ന് കണ്ടെത്തി അത് പരിഹരിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇനിയും ഇതിനെ ഒരുപാട് പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരാതിരിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ശാശ്വതമായി അതത് തലത്തിൽ തന്നെ പരിഹരിക്കപ്പെടുക? നിരന്തരമായ ഒരു അന്വേഷണം ആവശ്യമുള്ളൊരു വിഷയമാണ്. എന്തായാലും നമ്മുടെ ഗവർണൻസിൻ്റെ ചരിത്രത്തിൽ, ഭരണത്തിൻ്റെ ചരിത്രത്തിൽ ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പുതിയ നാഴികക്കല്ലാണ്. ഇതിനെ അനുദിനം പരിശോധിക്കുകയും വേണ്ട ഭേദഗതികൾ വരുത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ഇന്ന് കേരളത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് എത്ര രൂപ ആനുകൂല്യം കിട്ടി, എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നതിനേക്കാളെല്ലാം ഉപരി നമ്മൾ പറയാറുണ്ട് ജനാധിപത്യത്തിലുള്ള വിശ്വാസം, ട്രസ്റ്റ് ഇൻ ഡെമോക്രസി. ഒരു ജനകീയ ഭരണാധികാരിയിൽ ഒരു സാധാരണ പൗരനുള്ള വിശ്വാസം, അത് ജനാധിപത്യത്തിൻ്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അളവുകോലാണ്. ആ ട്രസ്റ്റ് ഇൻ ഡെമോക്രസി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, ട്രസ്റ്റ് ഇൻ ഡെമോക്രാറ്റിക് സെറ്റപ്പ്, ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ എനിക്ക് ആരുടെയും അടുത്തേക്ക് എത്താൻ കഴിയും, ആക്സസ് ടു പവർ, ഏത് അധികാരിയുടെ അടുത്തേക്കും എനിക്ക് ചെന്നെത്താൻ എനിക്ക് നേരിട്ട് പറയാൻ കഴിയും, കേൾക്കാനുള്ള ഒരാളുണ്ട്, ഒരു ലിസണിങ് ഇയർ, ഒരു കേൾക്കുന്ന ചെവിയുണ്ട് ഭരണത്തിൽ എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. അത് വിതരണം ചെയ്ത തുകയേക്കാൾ, കിട്ടിയ ആനുകൂല്യങ്ങളെക്കാളെല്ലാം തന്നെ ജനാധിപത്യത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ കാൽവെപ്പാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.